ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സങ്കീർത്തനം 139 23, 24 തിരുവചനങ്ങൾ. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. സങ്കീർത്തകൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണത്. ദൈവമേ, നീ എന്നെ പരിശോധിക്കുക, എൻ്റെ വിചാരങ്ങളെ നീ മനസ്സിലാക്കുക, എൻ്റെ മാർഗങ്ങളെ നീ പരീക്ഷിക്കുക, എൻ്റെ ചിന്തകളെ നീ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. എന്നിട്ട് ഞാൻ വിനാശത്തിൻ്റെ മാർഗത്തിലെങ്ങാനുമാണ് ജീവിക്കുന്നതെങ്കിൽ നീ എനിക്കത് പറഞ്ഞതാ. വളരെ മനോഹരമായ പ്രാർത്ഥന. തന്നിലേക്ക് തന്നെ സങ്കീർത്തകൻ തിരിയുകയാണ്, മറ്റാരിലേക്കും പോകുന്നില്ല. തൻ്റെ തന്നെ ചിന്തകളെ ദൈവമേ നീ ഒന്ന് പരിശോധിക്കുക, എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് അവിടെ എന്തെങ്കിലും ദൈവത്തിന് ചേരാത്തതുണ്ടെങ്കിൽ, വിനാശത്തിൻ്റെ മാർഗത്തിലാണ് ഞാൻ ചരിക്കുന്നതെങ്കിൽ നീ എനിക്കത് കാണിച്ചു താ. എത്ര മനോഹരമായ പ്രാർത്ഥന. ജീവിതത്തിൽ പലപ്പോഴും ആത്മാവിൽ ആരംഭിക്കുകയും ആത്മാവിൽ ജീവിക്കുകയൊക്കെ ചെയ്ത പലരെയും സംബന്ധിച്ചിടത്തോളം പലരും ജീവിത വഴികളിൽ തളർന്നു പോകാറുണ്ട്, വീണു പോകാറുണ്ട്. പൗലോസ് ലീഹ ഗലാത്യക്കാരോട് ചോദിക്കുന്ന ചോദ്യം ഒരുപക്ഷെ പലരുടെയും ജീവിതത്തിൽ അന്വർത്ഥമാകാറുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3:3. സ്നേഹമുള്ളവരെ, ആത്മാവിൽ ആരംഭിച്ചവരല്ലേ നിങ്ങൾ, ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരായതെങ്ങനെയാണ്? അതേ പൗലോസ് ലീഹായുടെ ചോദ്യം ഇന്നും മനസ്സുകളെ ഉണർത്തുന്നൊരു ചോദ്യമാണ്. ആത്മാവിൽ ആരംഭിച്ചവരല്ലേ നിങ്ങൾ, എന്നിട്ടിപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം നിങ്ങൾ എങ്ങനെയാണ് ഭോഷന്മാരായി തീർന്നത്? സ്നേഹമുള്ളവരെ, എവിടെ നമ്മൾ ആരംഭിച്ചു എന്നതിനേക്കാൾ ഉപരി എവിടെയാണ് അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് ആത്മീയതയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആത്മാവിൽ ആരംഭിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ, ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ, യേശുവിൻ്റെ ശക്തി അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൊണ്ടെന്നറിയാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. അങ്ങനെ ഭാഗ്യം ലഭിച്ച നിങ്ങൾ ആത്മാവിൽ നിന്ന് തെന്നിമാറി ശരീരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ വചനമിട്ടിരിക്കുന്ന പേരാണ് ഭോഷൻ. അപ്പോൾ പൗലോസ് ലീഹ അതാ ചോദിക്കുന്നത്, നീ ആത്മാവിൽ ആരംഭിച്ച വ്യക്തിയല്ലേ, നിനക്കെന്താ പറ്റിയത്? നീ ആത്മാവിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയല്ലേ, നിനക്കെന്താ സംഭവിച്ചത് എന്നാണ് പൗലോസ് ലീഹ ചോദിക്കുന്നത്. സ്നേഹമുള്ളവരൊരിക്കൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിദേശത്ത് പോയപ്പോൾ അവിടെ ആ ധ്യാനത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ പങ്കുവച്ചു. അദ്ദേഹം നാട്ടിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു തകർച്ചയിലൊക്കെ അദ്ദേഹം പെട്ടു. ഒരു തെറ്റായ സ്നേഹബന്ധത്തിൽ ചെന്ന് വീണു. അതിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജോലി അത് ബാധിച്ചു, വീട്ടിലൊത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു ധ്യാനം കൂടിയപ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം ലഭിച്ചു, അഭിഷേകം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന തെറ്റുകളെല്ലാം മാറ്റി അദ്ദേഹം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങി. അദ്ദേഹം 2-3 കൊല്ലത്തോളം നാട്ടിൽ തന്നെ നല്ല പ്രാർത്ഥനയിൽ അഭിഷേകത്തിൽ നടന്നു. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പോട്ടാശ്രമത്തിൽ പോകും, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരും, മറ്റ് ധ്യാന കേന്ദ്രങ്ങളിൽ പോകും. അതോടൊപ്പം TV ചാനലുകളിൽ ശാലോമും ഗുഡ്നസ്സും അതുപോലെയുള്ള ക്രിസ്ത്യൻ ചാനലുകൾ കാണും. അങ്ങനെ വചനപ്രഘോഷണവും മറ്റെല്ലാം കണ്ട് അദ്ദേഹം ഇങ്ങനെ 3 കൊല്ലത്തോളം വളരെ ആത്മീയമായിട്ട് ജീവിച്ചു. അങ്ങനെ ആത്മീയമായിട്ട് ജീവിച്ചതിനിടയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഗൾഫിൽ നല്ല ജോലി കിട്ടി. അദ്ദേഹം അങ്ങനെ ഗൾഫിലെത്തി. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് നല്ല ജോലി കിട്ടുകയും
ഒരു നല്ല നിലയിൽ ആയിത്തീരുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ള ചില സുഹൃത്തുക്കളെ കിട്ടി. അങ്ങനെ അദ്ദേഹം അവരുമായിട്ട് കൂട്ടുകൂടി പല സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങി, പലതും കാണാനും കേൾക്കാനും തുടങ്ങി. സാവധാനം അദ്ദേഹം ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി അല്പം മദ്യപിക്കാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും മദ്യപാനത്തിലേക്ക് വഴുതി വീണു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം കുറേ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളായി. അദ്ദേഹം ഇപ്പോൾ എന്നെ കാണുമ്പോൾ അദ്ദേഹം ഗൾഫിലാണ് ജീവിക്കുന്നതെങ്കിലും വലിയ കടക്കെണിയിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ അദ്ദേഹം വലിയ തുകകൾ കടം വാങ്ങിയിരിക്കുകയാണ്. എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ അദ്ദേഹം പോവുക. അപ്പോൾ അദ്ദേഹം എൻ്റെ അരികിൽ വന്ന് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛാ, എന്നെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചതാ. വലിയ പ്രതിസന്ധിയിൽ പെട്ടതിന് ശേഷം ഞാൻ ദൈവത്തെ അറിഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ തുടങ്ങിയതാ. എനിക്ക് നല്ല ജോലി കിട്ടി, ദൈവം എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് ഇവിടെ എത്തിച്ചതാ. പക്ഷേ ഞാൻ വീണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ വീണ്ടും തെറ്റുകളിലേക്ക് പോയി, ലഹരി വസ്തുക്കളിലേക്ക് പോയി. ഇന്ന് എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പലപ്പോഴും പലരും ദൈവ അനുഗ്രഹത്താൽ, പരിശുദ്ധാത്മാവിനും നിറവിനാൽ നന്നായിട്ട് തുടങ്ങാനും ആരംഭിക്കാനും ദൈവം പലരെയും അനുഗ്രഹിച്ചു. കുറേ നാളുകൾ നല്ല വിധത്തിലും നല്ല രീതിയിലൊക്കെ പോയതിന് ശേഷം വീണ്ടും വീണുപോകുന്ന അനേകരുണ്ട്. അങ്ങനെയുള്ള പലരും മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്തുക. അവർ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തു, അതുമൂലമാണ് ഇങ്ങനെ ആയിത്തീർന്നത്. എന്നാൽ എന്നെ കാണാൻ വന്ന ചെറുപ്പക്കാരൻ വാസ്തവത്തിൽ നല്ലൊരു മനോഭാവത്തോടു കൂടിയാണ് വന്നത്, തൻ്റെ തന്നെ കുട്ടികളെ അംഗീകരിച്ചുകൊണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ, എങ്കിൽ പോലും ആത്മാവിൽ ആരംഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചൊരു ചെറുപ്പക്കാരനായിരുന്നു, ആത്മാവിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ശരീരത്തിലേക്ക് കടന്നപ്പോൾ, ശരീരത്തിൻ്റെ മോഹങ്ങളിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം വലിയ തകർച്ചകളിലൂടെ കടന്നു പോവുകയാണ്. ഒരിക്കൽ ഒരു ആത്മീയ ഗ്രന്ഥത്തിൽ ഞാൻ ഒരു ആത്മീയ ജീവിതത്തിലെ വളർച്ചയെക്കുറിച്ച് ഇങ്ങനെ വായിക്കാനിട വന്നു. വളരെ മനോഹരമായ ഒരു ആശയം അവിടെ വായിക്കാനിട വന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആത്മീയ ജീവിതത്തിലെ വളർച്ച, ഉയർച്ച എന്ന് പറയുന്നത് അതൊരു വ്യക്തി ഒരു മഞ്ഞുമല കയറുന്നത് പോലെയാണ്. ഒരു വ്യക്തി ഒരു മഞ്ഞുമല കയറുന്നത് പോലെയാണ് ആത്മീയ ജീവിതത്തിലെ ഉയർച്ചയും വളർച്ചയും എന്ന് പറയുന്നത്. എന്താണ് ഈ മഞ്ഞുമല കയറ്റത്തിൻ്റെ പ്രത്യേകത? മഞ്ഞുമല കയറ്റത്തിൻ്റെ പ്രത്യേകത ഇതാണ്: ഇപ്പോൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണമെങ്കിൽ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആ സ്റ്റെപ്പ് വെട്ടിയുണ്ടാക്കണം. എന്നിട്ട് അവിടെ കയറി നിന്നിട്ട് അടുത്ത സ്റ്റെപ്പ് കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിയുണ്ടാക്കണം. അങ്ങനെ വേണം ഈ മഞ്ഞുമല കയറണമെങ്കിൽ. മഞ്ഞുമലയുടെ പ്രത്യേകത, മുമ്പ് കയറിപ്പോയവരുടെ കാൽപ്പാടുകൾ അവിടെ ഉണ്ടാവുകയില്ല. മഞ്ഞുമലയായതുകൊണ്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും മൂടിപ്പോകും. അപ്പോൾ ഈ മഞ്ഞുമല കയറ്റത്തിൽ ഓരോ വ്യക്തിയും നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ ആ വ്യക്തി സ്റ്റെപ്പ് വെട്ടിയുണ്ടാക്കണം, അവിടെ കയറി നിൽക്കണം, കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ വേണം ഈ മഞ്ഞുമല കയറി പോകാൻ. ഈ മഞ്ഞുമല കയറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മഞ്ഞുമല കയറ്റത്തിനുള്ള പ്രത്യേകത ഇതാണ്: ഈ മഞ്ഞുമല കയറ്റത്തിൽ ആർക്കും മുകളിലേക്ക് തെന്നി വീഴാൻ സാധിക്കുകയില്ല. ഈ മഞ്ഞുമല കയറ്റത്തിൽ ആർക്കും മുകളിലേക്ക് തെന്നി വീഴാൻ സാധിക്കുകയില്ല, താഴേക്ക് മാത്രമേ തെന്നി വീഴാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ മഞ്ഞുമല കയറ്റത്തിൻ്റെ പ്രത്യേകത ഇതാണ്: ഈ മഞ്ഞുമല കയറ്റത്തിൽ ആർക്കും ഒരിക്കലും മുകളിലേക്ക് തെന്നി വീഴാൻ സാധിക്കുകയില്ല, താഴേക്ക് മാത്രമേ തെന്നി വീഴാൻ സാധിക്കുകയുള്ളൂ. ഈ മഞ്ഞുമല കയറ്റത്തിൽ താഴേക്ക് തെന്നി വീഴണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. ഒന്നും ചെയ്യാതിരുന്നാൽ മതി, നിൽക്കുന്ന സ്ഥലത്തെ മഞ്ഞുരുകി നമ്മൾ താഴെ തനിയെ എത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ മഞ്ഞുമല കയറ്റത്തിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ നമ്മൾ ഒന്നും ചെയ്യാതെ നിന്നാൽ അവിടെയുള്ള മഞ്ഞുരുകി നമ്മൾ തനിയെ താഴെ എത്തും. അപ്പോൾ ഇതൊരു വലിയൊരു ആത്മീയ ഉൾക്കാഴ്ചയാണിത് നൽകുന്ന ആത്മീയ ഉൾക്കാഴ്ച ഇതാണ്: നമ്മൾ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നന്മകളും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ വചനവും വിശുദ്ധ ഗ്രന്ഥങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും വേണ്ടതുപോലെ ഈ ആത്മീയ ജീവിതത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറുക സാധ്യമല്ല. അപ്പോൾ ഈ മഞ്ഞുമല കയറ്റം മനോഹരമായ ഒരാശയം. ആ മഞ്ഞുമല കയറ്റത്തിൽ ആർക്കെങ്കിലും മുകളിലേക്ക് കയറണമെങ്കിൽ അവർ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന്
കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അടുത്ത സ്റ്റെപ്പ് വെട്ടിയുണ്ടാക്കി അങ്ങനെയാണ് മുകളിലേക്ക് കയറേണ്ടത്. ജീവിതത്തിൽ പല ആളുകളും ആത്മീയ ജീവിതത്തിൽ തളർന്നവരെക്കുറിച്ച്, വീണുപോയവരെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അവർക്ക് നല്ലവരായിരുന്നു. പക്ഷേ അവർക്ക് സംഭവിച്ചത് ഏതെങ്കിലും ഒരു സ്റ്റേജിലെത്തിയതിനു ശേഷം അവർ ഒന്നും ചെയ്യാതെ നിന്നു എന്നുള്ളതാണ്. അവർ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലെത്തിയതിനു ശേഷം പ്രാർത്ഥിക്കാതെ, കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാതെ വെറുതെ നിന്നു എന്നുള്ളതാണ്. അവിടെ വെറുതെ നിന്നപ്പോൾ അവർ നിന്ന സ്ഥലത്ത് മഞ്ഞുരുകി അവർ നേരെ താഴെയെത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പാപത്തിലേക്കുള്ള വീഴ്ചയും എൻ്റെ അടുത്ത് പങ്കുവച്ചിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുകയുണ്ട്, അച്ഛാ, എൻ്റെ ജീവിതം വാസ്തവത്തിൽ അച്ഛനൊക്കെ അറിയാലോ, ഈ പാമ്പും കോണി കളി പോലെയാണ് അച്ഛാ. ഞാൻ ഈ പാമ്പും കോണി കളി കളിച്ച് മടുത്തു. ഞാനൊരു ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. കിട്ടുന്ന ചൈതന്യമൊക്കെ ആയിട്ട് സാധിക്കുന്നിടത്തോളം കോണിയിൽ കയറി ഞാനൊരു 80-90 വരെയൊക്കെ എത്തുവച്ചാ. അവിടെ എത്തിക്കഴിയുമ്പോഴായിരിക്കും അടുത്ത പാമ്പ് വരിക. ഞാനതിൻ്റെ വായിൽപ്പെടും, ഞാൻ നേരെ 0-ലെത്തും. അങ്ങനെ എൻ്റെ ജീവിതം ഒരു പാമ്പും കോണിയും കളിയായി മാറി. വാസ്തവത്തിൽ ആ ചെറുപ്പക്കാരൻ പങ്കുവച്ച സങ്കടം അതൊരു വലിയ സത്യമാണ്. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. ആത്മീയമായിട്ട് ഉയരാനും വളരാനും ദൈവത്തെ അറിയാനും ആത്മീയമായിട്ടുള്ള ബോധ്യങ്ങളിൽ ജീവിക്കാനും ഒക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടും ജീവിതത്തിൻ്റെ ചില കാലങ്ങളിൽ പ്രാർത്ഥനയില്ലാതെ, വചനവായനയില്ലാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ താഴെ വീണ് കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു വലിയ സത്യം ഇതാണ്: കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവാകുന്ന ആയുധം, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും, പരിശുദ്ധാത്മ ശക്തി, അതോടൊപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, അതോടൊപ്പം തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന കൂദാശകൾ, ആത്മീയ ജീവിതം, അതിനുള്ള വഴികൾ, അത് നമ്മൾ ഉപയോഗിച്ച്, കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ പരിശ്രമിച്ചാലേ, മുകളിലേക്കുള്ള സ്റ്റെപ്പ് വെട്ടിയുണ്ടാക്കിയാലേ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. പൗലോസ് ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ: അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിയുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടുത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് ലീഹ പറയുകയാണ്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആത്മാവിൻ്റെ വാൾ, അതോടൊപ്പം ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരണമെന്നും ഉയരണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുവചനങ്ങളിലൂടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളിലേക്ക് തന്നെ തിരിയണം. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പരാജയങ്ങളുണ്ടാകുമ്പോൾ, ചിലപ്പോൾ ചില രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് പരാതി പറയും, ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, ചിലപ്പോൾ നമ്മൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തും, ചിലപ്പോൾ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തും. അവരൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ സങ്കീർത്തകൻ്റെ മനോഹരമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ദൈവമേ, നീ എന്നെ ഒന്ന് പരിശോധിക്ക്, എൻ്റെ വിചാരങ്ങളൊന്ന് നീ മനസ്സിലാക്കുക, എൻ്റെ ഹൃദയത്തെ ഒന്ന് നീ പരിശോധിക്ക്, എന്നിട്ട് ഞാൻ വിനാശത്തിൻ്റെ മാർഗത്തിലാണെങ്കിൽ അതൊന്ന് നീ എനിക്ക് പറഞ്ഞുതാ. എത്ര മനോഹരമായ പ്രാർത്ഥന! ഞാൻ വിനാശത്തിൻ്റെ മാർഗത്തിലാണ്, നീ എനിക്കത് പറഞ്ഞുതാ. എത്രയോ മനോഹരമായ പ്രാർത്ഥന. ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു സംഭവം വായിക്കാൻ ഇടവന്നു. ആ സംഭവം ഇങ്ങനെയാണ്: ഒരു ഭർത്താവും ഒരു ഭാര്യയും ഒരു വീട്ടിൽ താമസിക്കുന്നു. അവർ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെയാണ് കഴിഞ്ഞുകൂടുന്നത്. എന്നാൽ കുറച്ചു നാളുകളായിട്ട്
ഈ ഭർത്താവിന് വലിയൊരു സങ്കടം. ആ സങ്കടം ഇതാണ്: തൻ്റെ ഭാര്യയോട് പല കാര്യങ്ങളും പറയുമ്പോഴും മറുപടി വേണ്ട സമയത്ത് ലഭിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് സംശയമായി, തൻ്റെ ഭാര്യയുടെ കേൾവിശക്തി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയോട് ഈ കാര്യം ചോദിക്കാനും പറയാനും അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. കാരണം അത് അവളെ വേദനിപ്പിച്ചാലോ, അവളെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഈ കാര്യം അറിയാനും അദ്ദേഹത്തിന് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ വലിയ സങ്കടം അവരുടെ കുടുംബ ഡോക്ടറോട് പങ്കുവച്ചു. കുടുംബ ഡോക്ടറോട് പങ്കുവച്ചപ്പോൾ കുടുംബ ഡോക്ടർ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്, എളുപ്പ വഴിയുണ്ട്. ഭാര്യ അറിയാതെ താങ്കൾക്ക് ഈ കാര്യം മനസ്സിലാക്കാനൊരു എളുപ്പ വഴിയുണ്ട്. താങ്കളുടെ ഭാര്യ ഒരു ദിവസം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ താങ്കൾ കുറച്ച് ദൂരത്തായിട്ട് പിന്നിൽ നിന്ന്, ഏകദേശം ഒരു 40 അടി ദൂരം പിന്നിൽ നിന്ന് അവിടെ നിന്ന് ചോദിക്കുക, ഇന്നെന്താ സ്പെഷ്യൽ? അപ്പോൾ ഒരു മറുപടിയും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് 30 അടി ദൂരേക്ക് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് കയറാം, എന്നിട്ട് വീണ്ടും ചോദിക്കാം. എന്നിട്ടും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭാര്യയ്ക്ക് എന്തോ തകരാറുണ്ട്. നിങ്ങൾക്ക് 20 അടി അതിനുശേഷം പോവുക, വീണ്ടും ചോദിക്കുക. എന്നിട്ടും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ 10 അടി ദൂരത്തേക്ക് പോവുക. അവിടെ നിന്ന് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നതിൽ തൊട്ടുപുറകിൽ നിന്ന് ചോദിക്കുക. അങ്ങനെ ഈ ഒരു പരീക്ഷണത്തിലൂടെ താങ്കൾക്ക് താങ്കളുടെ ഭാര്യയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ ഭർത്താവിന് വലിയ സന്തോഷമായി. കാരണം ഭാര്യയെ വേദനിപ്പിക്കാതെ, ഭാര്യ അറിയാതെ അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ദിവസം ഈ ഡോക്ടറുടെ നിർദ്ദേശമൊക്കെ സ്വീകരിച്ച് ഈ മനുഷ്യൻ ഒരു ദിവസം വേണ്ടതുപോലെ ഒരുങ്ങി, ഒരു ദിവസം സായാഹ്നത്തിൽ ഭാര്യ വീട്ടിൽ അത്താഴം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഡോക്ടറുടെ നിർദ്ദേശം പോലെ ഒരു 40 അടി ദൂരെ നിന്നു. 40 അടി ദൂരെ നിന്നിട്ട് ഉറക്കെ ഭാര്യയോട് ചോദിച്ചു, മോളെ, ഇന്ന് അത്താഴത്തിന് എന്താണ് സ്പെഷ്യൽ? ചോദിച്ചതല്ലാതെ അദ്ദേഹം ഒരു മറുപടിയും കേട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അദ്ദേഹം 30 അടി ദൂരത്തേക്ക് നിന്നു. 30 അടി ദൂരത്തേക്ക് നിന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു, മോളെ, ഇന്ന് അത്താഴത്തിന് എന്താ സ്പെഷ്യൽ? പക്ഷേ ഇത്തവണയും മറുപടിയില്ല. അദ്ദേഹത്തിന് തോന്നി, ദൈവമേ, ഭാര്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, സത്യമാണത്. അദ്ദേഹം അതിനുശേഷം 20 അടി ദൂരത്തേക്ക് നിന്നു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, മോളെ, ഇന്ന് അത്താഴത്തിന് എന്താ സ്പെഷ്യൽ? പക്ഷേ അപ്പോഴും യാതൊരു മറുപടിയില്ല. അദ്ദേഹത്തിനുള്ളിൽ സങ്കടമായി, തൻ്റെ ഭാര്യയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും ഒരു 10 അടി ദൂരത്തേക്ക് മാറി നിന്നു. 10 അടി ദൂരത്തേക്ക് മാറി നിന്ന് വീണ്ടും ഉറക്കെ ചോദിച്ചു, മോളെ, ഇന്ന് അത്താഴത്തിന് എന്താ സ്പെഷ്യൽ? പക്ഷെ അപ്പോഴും ഒരു മറുപടിയില്ല. അദ്ദേഹം തൻ്റെ ഭാര്യയുടെ തൊട്ടുപുറകിൽ ചെന്ന് ഉറക്കെ ചോദിച്ചു, മോളെ, ഇന്ന് അത്താഴത്തിന് എന്താ സ്പെഷ്യൽ? അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ മറുപടി നൽകി, ജെയിംസ്, ഇത് 5-ാം വട്ടമാണ് ഇന്ന് ചിക്കനാണ് സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പോഴാണ് ജെയിംസ് ചേട്ടന് മനസ്സിലായത്, താൻ അന്വേഷിച്ചു നടക്കുന്ന പ്രശ്നം ഭാര്യയിലല്ല, തന്നിലാണെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, ജീവിതത്തിലൊരു തകർച്ചയുണ്ടാകുമ്പോൾ, പെട്ടെന്ന് അത് ഭാര്യ മൂലമാണ്, അല്ലെങ്കിൽ അത് ഭർത്താവ് മൂലമാണ്, അത് മക്കൾ മൂലമാണ്, അല്ലെങ്കിൽ സഹോദരങ്ങൾ മൂലമാണ്, അയൽക്കാർ മൂലമാണ് എന്നൊക്കെ പറയാനാണ് നമുക്കിഷ്ടം. എന്നാൽ ദൈവത്തിൻ്റെ വചനം, സങ്കീർത്തകൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നീ എന്നെ പരിശോധിക്കുക. ദൈവമേ, നീ എൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കുക. ദൈവമേ, നീ എൻ്റെ ചിന്തകളെ പരിശോധിക്കുക. എൻ്റെ ഹൃദയത്തെ നീ പരിശോധിക്കുക. എന്നിട്ട് ഞാൻ നല്ല മാർഗത്തിലാണോ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ എന്ന് നീ മനസ്സിലാക്കി എനിക്കത് പറഞ്ഞതാ, ഞാൻ ജീവിതത്തിലൊരു മാറ്റം വരുത്തട്ടെ. എത്രയോ മനോഹരമായ പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, സങ്കീർത്തകനോടൊപ്പം നമ്മളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. നമ്മൾ ആദ്യം മാതാപിതാക്കളിലേക്ക് തന്നെ പോയാൽ, ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടാകുമ്പോൾ, തകർച്ചയുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രവണതയെ നമ്മൾ കാണുക. ആദത്തിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായി. ആദത്തിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആദം എന്താ പറഞ്ഞത് ദൈവത്തോട്? നീ എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീ എനിക്ക് ഈ പഴം തന്നു. സ്നേഹമുള്ളവരെ, അതിൻ്റെ അർത്ഥം എന്താണ്? ആദം എന്താ പറഞ്ഞത്? നീ എന്തിനാ എനിക്ക് ആ സ്ത്രീയെ കൂട്ടിന് തന്നത്? നീ ആ സ്ത്രീയെ കൂട്ടിന് തന്നത് കൊണ്ടല്ലേ എനിക്ക് ആ പഴം വാങ്ങി കഴിക്കേണ്ടി വന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് പറ്റിയ തെറ്റിന് കാരണം ആത്യന്തികമായിട്ട് ദൈവം തന്നെയാണെന്നാണ് ആദം പറയുന്നത്. കാരണം നീ എനിക്ക് ആ സ്ത്രീയെ തന്നതുകൊണ്ടല്ലേ എനിക്ക് ഈ പ്രശ്നമുണ്ടായത്. അതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. സ്നേഹമുള്ളവരെ, ഇത് കേട്ട്
ഹവ്വയോട് ദൈവം ചോദിച്ചപ്പോൾ ഹവ്വ എന്താ മറുപടി പറഞ്ഞത്? ഹവ്വ മറുപടി പറഞ്ഞതാണ്, പാമ്പ് എന്നെ വഞ്ചിച്ചു. എനിക്ക് പറ്റുപറ്റിയെന്ന് അവൾ പറയുന്നില്ല, പാമ്പ് എന്നെ വഞ്ചിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? നീ എന്തിനാ ഈ പാമ്പിനെ സൃഷ്ടിച്ചത്? ഈ പാമ്പ് ഇങ്ങനെ എന്നെ പറ്റിക്കാൻ വന്നതുകൊണ്ടല്ലേ, ഈ വഞ്ചിക്കാൻ വന്നതുകൊണ്ടല്ലേ എനിക്ക് പ്രശ്നമുണ്ടായത്? നീ എന്തിനാ ഈ പാമ്പിനെ സൃഷ്ടിച്ചത്? അതേ സ്നേഹമുള്ളവരെ, ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിലെ വീഴ്ചകൾക്കും പരാജയങ്ങൾക്കും പാപങ്ങൾക്കും തെറ്റുകൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ പൊതുവെ ആർക്കും താല്പര്യമില്ല. മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. അവർ മൂലം, അല്ലെങ്കിൽ ഈ സാഹചര്യം മൂലം, അതുമൂലം, ഇതുമൂലം ഇങ്ങനെ സംഭവിച്ചു എന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. എന്നാൽ സ്നേഹമുള്ളവരെ, സങ്കീർത്തകനിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. എത്ര മനോഹരമായ പ്രാർത്ഥന! ദൈവമേ, നീ എന്നെ പരിശോധിച്ച് എൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കി, എൻ്റെ ചിന്തകളെ മനസ്സിലാക്കി, എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് ഞാൻ നല്ല വഴിയിലാണോ മോശമായ വഴിയിലാണോ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ എനിക്ക് കാണിച്ചതാ. സ്നേഹമുള്ളവരെ, സങ്കീർത്തകനോട് ചേർന്ന് ഇന്ന് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ അരികിൽ നിന്ന്, ആത്മാവിൽ ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടോ? ഇന്ന് ശരീരത്തിൻ്റെ വഴികളിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നത്? നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ നാം അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ നാം അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം, ആത്മീയ പിതാക്കന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായ സത്യങ്ങൾ, തിരുസഭ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരിയേറെ നന്മ നിറഞ്ഞ ചിന്തകൾ. ഇവയിൽ നിന്നൊക്കെ നമ്മൾ അകന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. അകന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, ദൈവം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, ദൈവം എന്നെ വളർത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ അകന്നു പോകാൻ ഇടവന്നിട്ടുണ്ടോ? കൂദാശകളിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടോ? തിരുസഭയിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടോ? വചന ശുശ്രൂഷകളിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടോ? കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോട് നമ്മൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തകൻ്റെ മനോഹരമായ പ്രാർത്ഥന, ദൈവമേ, നീ എന്നെ പരിശോധിക്കുക, എൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കുക, എൻ്റെ ഹൃദയത്തെ നീ പരിശോധിക്കുക, എന്നിട്ട് നല്ല വഴിയിലാണോ മോശം വഴിയിലാണോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നീ എനിക്ക് പറഞ്ഞതാ. വിനാശത്തിൻ്റെ മാർഗത്തിലാണെങ്കിൽ ദൈവമേ, അതിൽ നിന്ന് പിന്മാറാൻ നീ എന്നെ സഹായിക്കുക. സ്നേഹമുള്ളവർ, നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിയാം. പ്രശ്നം മറ്റുള്ളവരിലാണെന്ന ചിന്ത നമുക്ക് വിടാം. അവൻ അങ്ങനെ ആയതുകൊണ്ട്, ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ട്, ഭാര്യ ഇങ്ങനെ ആയതുകൊണ്ട്, അപ്പൻ അങ്ങനെ ആയതുകൊണ്ട്, അമ്മ ഇങ്ങനെ ആയതുകൊണ്ട്, അയൽക്കാർ എങ്ങനെ ആയതുകൊണ്ട്, പള്ളിയിൽ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ട്, സിസ്റ്റർ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. സ്നേഹമുള്ളവർ, ആദ്യം നമ്മിലേക്ക് തന്നെ തിരിയുക. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അവിടെ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് കണ്ടെത്തുക. കുറവുകളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ഹെബ്രായ ലേഖനത്തിലെ വചനം നമുക്ക് ആത്മശോധന ചെയ്യാം. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഞാൻ കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? കുഞ്ഞുനാൾ മുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്? കുഞ്ഞുനാൾ മുതൽ എൻ്റെ അപ്പനും അമ്മയും എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? കുഞ്ഞുനാൾ മുതൽ അച്ഛന്മാരും സിസ്റ്റേഴ്സ് എന്തെല്ലാം നല്ല കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? കുഞ്ഞുനാൾ മുതൽ എൻ്റെ ടീച്ചേഴ്സ് എന്തുമാത്രം നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? എന്തുമാത്രം നല്ല സത്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്? കർത്താവേ, അവയിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടോ? ഈശോയെ, അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണമേ. തിരിച്ചു വരാൻ എന്നെ നീ സഹായിക്കണമേ. ഈശോയെ, ആത്മാവിൽ ആരംഭിക്കാൻ ഭാഗ്യം ലഭിച്ചു ഞാൻ, ആത്മാവിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു ഞാൻ, ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു ബോഷനായി തീരാൻ, ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു ബോഷയായി തീരാൻ എന്നെ അനുവദിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളിലെല്ലാവരിലേക്കും സമൃദ്ധമായിട്ട് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്ക
ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു നല്ലിടയാ.